ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന പകരമായിട്ട് ഞാൻ കുറച്ച് ക്രിസ്തുമസ് ചിന്തകൾ എന്നെ മനസ്സിലേക്ക് കടന്നു വന്നത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, കൊച്ചു കുഞ്ഞുങ്ങളല്ല മുതിർന്നവരും പറയും, ഞാനാണ് ആദ്യം കണ്ടത്, ഞാനാണ് ആദ്യം കേട്ടത് എന്നൊക്കെ. കുഞ്ഞുങ്ങൾ തർക്കിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നല്ല കാഴ്ചകൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. കാണുന്ന കാഴ്ചയുടെ പ്രാധാന്യം അനുസരിച്ച് ആദ്യം കണ്ടവർ ചരിത്രത്തിൻ്റെ ഭാഗമാകും. അങ്ങനെയാണ് ആ ആട്ടിടയന്മാർ പുൽക്കൂട്ടിൽ ഇടം നേടിയത്. നൂറ്റാണ്ടുകളായി ഒരു ജനത കേൾക്കാൻ കാതോർത്തിരിക്കുന്ന വാർത്ത, കാണാൻ കൊതിച്ച കാഴ്ച, കേൾക്കാനും കാണാനും ഭാഗ്യമുണ്ടായത് അവർക്കാണ്. മാനവ ചരിത്രം രണ്ടായി പകുത്ത പുണ്യനിമിഷത്തിന് ആദ്യ സാക്ഷികളാവാൻ സ്വർഗം അവരെ തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താവാം? മനുഷ്യകുലത്തിന് മുഴുവൻ നല്ല ഇടയനാകാൻ മണ്ണിൽ അവതരിക്കുന്ന ദൈവപുത്രനെ ആദ്യം ദർശിക്കാൻ ഇടയന്മാർക്കല്ലാതെ മറ്റാർക്കാണ് യോഗ്യത? ജാഗ്രതയുടെ പര്യായമാണ് ഇടയന്മാർ. എന്നാൽ ജാഗ്രത എന്താണ്? അവരുടെ ആടുകളെ സംരക്ഷിക്കുന്ന, തൻ്റെ ജീവനം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്നവരാണ് ആര്? ഇടയന്മാർ. പ്രപഞ്ചത്തിലെ ഏറ്റവും നിരുപദ്രവകാരികളായ ജീവികളുടെ സുരക്ഷിതത്തിനാണ് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആട്ടിൻപറ്റത്തിൽ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാൻ നിതാന്ത ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നവരാണവർ. ആരുടെയും ജാഗ്രതയെ സ്വർഗം മാനിക്കാതിരിക്കില്ല, നിശ്ചയം തന്നെയാണത്. തങ്ങളുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആടുകളെ പോലെ വളരെ ലളിത മനസ്കരാണ് ഇടയന്മാർ. ഉറക്കത്തിനിടെ പാതിരാവിൽ കേട്ട വിചിത്ര ദൂത് മറ്റാര് അത്രമേൽ ഗൗരവത്തിലെടുക്കുന്നവനാണ്. അതുകൊണ്ട് അവർ എന്ത് തീരുമാനിച്ചു? നമുക്ക് ബെത്ലഹേം വരെ പോകാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും വിളിച്ചുണർത്തി അതിവേഗം പുൽക്കൂട് ലക്ഷ്യമാക്കി നീങ്ങണമെങ്കിൽ അത്രമേൽ നിഷ്കളങ്കത മനസ്സുള്ളവരാണ് അവർ. നമ്മൾ ആരെങ്കിലും പോവോ? നമ്മളങ്ങനെ പോയി കിടന്നുറങ്ങണം, നമുക്ക് വേറെ പണിയില്ലേ എന്ന് പറയും. നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്ന് യേശു പറയുന്നത് ആദ്യമായി തന്നെ സന്ദർശിക്കാനെത്തിയ ആ ശുദ്ധ ഹൃദയരെ കുറിച്ചായിരിക്കാം. ചിത്രശലഭത്തെ പിടിക്കാൻ എത്ര പിന്നാലെ നടന്നാലും സാധിച്ചെന്ന് വരില്ല. എന്നാൽ ചിലർ തെല്ലും ശ്രമിക്കാതെ തന്നെ സ്വന്തമാക്കാൻ കൊതിച്ച പൂമ്പാറ്റ തോളിൽ വന്നിരുന്നു എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവപുത്രന്റെ മുഖം ആദ്യമായി ദർശിക്കാനുള്ള നിയോഗം ഇടയന്മാരെ ഉറക്കത്തിനിടയിൽ സ്വർഗം വിളിച്ചുണർത്തി നൽകുകയായിരുന്നു. എന്നാൽ പണ്ഡിതർക്കാകട്ടെ അവനരിയിലെത്താൻ ഏറെ നാളത്തെ ക്ലേശകരമായ സഞ്ചാരം വേണ്ടി വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാലിത്തൊഴുത്തിൽ നിസ്സാരതയിൽ ദൈവിക മഹിമ ദർശിക്കാനും കീറത്തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ശിശുവിൽ ലോകരക്ഷകന്റെ മുഖം കാണാനും ഇടയന്മാർക്ക് ഒളിവട്ടം ലഭിച്ചു. അത് ദൈവം കൊടുത്ത ഒരു സൗഭാഗ്യമാണ്. ദൈവ വെളിപ്പാടുകൾ എതിർ ചോദ്യങ്ങൾ ഉന്നയിക്കാതെ അതിവേഗം പ്രത്യുത്തരിക്കാനുള്ള ശിശുസഹജമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. കണ്ടും കേട്ടും അറിഞ്ഞും ബോധ്യപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ മടി കൂടാതെ പ്രഘോഷിക്കാനുള്ള തീഷ്ണത, തങ്ങൾക്ക് സിദ്ധിച്ച സൗഭാഗ്യത്തിൽ അഹങ്കരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃതജ്ഞതാ നിർഭരമായ ഹൃദയം, ഇങ്ങനെ ഇടയന്മാരെ നമുക്ക് മാതൃകയാക്കാൻ കാരണം അനേകമുണ്ട്. പുൽക്കൂട്ടിനരികെ നിന്ന് നാം മടങ്ങുന്നത് ഇങ്ങനെയുള്ള ഇടയ നന്മകൾ സ്വന്തമാക്കിയാണെങ്കിൽ ഈ ക്രിസ്തുമസ് ദിവസങ്ങൾ നമുക്ക് ധന്യമായിരിക്കും. ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടം ധന്യമായ ഒരു ജീവിതത്തിന് ഉടമയായിട്ടും നമുക്ക് മാറാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ്